ആർ ശബരിനാഥ് ഉണ്ട്. അദ്ദേഹം ദേശീയ വൈസ് പ്രസിഡന്റാണ് പെട്രോളിയം ട്രേഡേഴ്സിന്റെ. ശ്രീ ശബരിനാഥ്, ഇപ്പോൾ ഈ പെട്രോളിയം കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഡീലർമാർക്കുള്ള ക്രെഡിറ്റ് പരിധി അത് വെട്ടിച്ചുരുക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഡീലർമാർ നേരിടുന്നുണ്ട്. കാരണം മുഴുവൻ തുകയും കൊടുത്തപ്പോൾ പെട്രോൾ എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ ക്രെഡിറ്റ് പരിധി കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വാങ്ങുന്ന പെട്രോളിന്റെ അളവിലും കുറവ് വരും. ഇത് വലിയ രീതിയിൽ വിപണനത്തെയും ഒപ്പം തന്നെ മാർക്കറ്റിനെയും ബാധിക്കുന്ന ഒന്നാണ്. നമസ്കാരം. ഇത് ഇപ്പൊ ആക്ച്വൽ നിലവിലുള്ളൊരു സംവിധാനം നമുക്കറിയാമല്ലോ. സൗത്ത് ഏഷ്യയിലെ ഇഷ്യൂസ് കാരണം ക്രൂഡ് ഓയിലിന്റെ വരവിൽ കുറച്ച് റെഗുലേഷൻസ് വന്നിട്ടുണ്ട്. ഈ വന്നതിന്റെ വെളിച്ചത്തില് ഞങ്ങളെ സംബന്ധിച്ച്, പെട്രോളിയം ഡീലേഴ്സിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുക, ആ സേവനം ചെയ്യുന്നതിന് ഒരു എന്താ പറയുന്നത് റിട്ടേൺ ഡീലേഴ്സിന് കിട്ടുക എന്നുള്ളതാണ് ഈ ഞങ്ങൾ ചെയ്യുന്ന ജോലി യഥാർത്ഥമായിട്ട്. അപ്പൊ പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുന്നത് ഇപ്പൊ പെട്രോളിയം ഡീലേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 12 to 12 വർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് പെട്രോളിയം ഡീലേഴ്സ്. എന്താ നമുക്കെല്ലാം അറിയാലോ, വണ്ടികൾ പ്ലേ ചെയ്യുമ്പോൾ അതിന് കിട്ടത്തക്ക രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് പെട്രോളിയം ഡീലേഴ്സ് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ വരുമ്പോൾ എല്ലാ പമ്പുകളുടെയും വോളിയം അനുസരിച്ച് അതിന് കമ്പനികൾ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ വോളിയത്തിനെ ബേസ് ചെയ്തിട്ട് അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ പെട്ടെന്ന് ഞങ്ങളെ സംബന്ധിച്ച് ക്രെഡിറ്റ് ലിമിറ്റ് കമ്പനികൾ കുറച്ചു. അതായത് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സൗത്ത് ഏഷ്യയിലെ റോ മെറ്റീരിയൽ ഇഷ്യൂ ആയിട്ട്, അതായത് ക്രൂഡ് ഓയിലിന്റെ വരവുമായി ബന്ധപ്പെട്ടിട്ടാവണം. അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ ഡീസൽ സംവിധാനങ്ങൾക്കെല്ലാം ഒരു സീസൺ സമയമാണ്. അതായത് സ്കൂൾ അടയ്ക്കുക, ഇങ്ങനെ അവധി വരിക, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത്. അപ്പോൾ റോ മെറ്റീരിയലിന്റെ ഇഷ്യൂ ആയിട്ടായിരിക്കണം. പക്ഷെ അത് ഓപ്പൺ ആയിട്ട് ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് സഡനായിട്ട് ക്രെഡിറ്റ് ലിമിറ്റ് 3 കമ്പനികളും കുറച്ചു. ആദ്യം തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കുറച്ചു, പിന്നെ IOC അതിന് ചില റെഗുലേഷൻസ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞങ്ങളുടെ പർച്ചേസ് പവർ ഇങ്ങനെ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ ഓപ്പറേറ്റിംഗ് അവേഴ്സ് കുറയ്ക്കേണ്ട ഒരു സ്ഥിതി വരും. ഓപ്പറേറ്റിംഗ് അവേഴ്സ് കുറയ്ക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി അത് കസ്റ്റമറെയാണ് ബാധിക്കുന്നത്. കസ്റ്റമർക്ക് വേണ്ട അതായത് ശ്രീ ശബരിനാഥ്, ഇപ്പോൾ നമ്മൾ പാചകവാതക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ പെട്രോളിയം പ്രതിസന്ധി അത്ര കണ്ട് രാജ്യത്തെ ബാധിച്ചിട്ടില്ല. നിലവിൽ അത്തരം നിയന്ത്രണങ്ങൾക്കുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഒന്നും നൽകിയതായിട്ടും അറിയില്ല. അപ്പോൾ ഇത്തരം ഒരു അറിയിപ്പ് അത് നിങ്ങൾക്ക് ഫോണിലൂടെയാണ് നൽകിയതെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ സാഹചര്യങ്ങൾ അത് മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണെന്ന് കൂടി കരുതുന്നുണ്ടോ? കരുതാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, വിറ്റ് പോകാതിരിക്കുന്ന ലൂബ്രിക്കൻസ് ഈ മറവിൽ ഓയിൽ കമ്പനികൾ ധാരാളം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മുൻപ് സൂചിപ്പിച്ച മാതിരി ഡീലേഴ്സിന് വിറ്റ് പോകാൻ കഴിയാത്ത ഓയിൽ കമ്പനികൾ വേറെ ചില മാർക്കറ്റുകളിൽ, അതായത് ഓയിലുകളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വെച്ചിട്ടുള്ള ചിലരുണ്ട്. അവർക്ക് കൊടുക്കുന്ന റേറ്റിനേക്കാൾ കൂടുതലുള്ള റേറ്റിലാണ് പെട്രോൾ പമ്പ് ഡീലേഴ്സിന് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് അവിടെ മൂവ് ചെയ്യാത്ത ഓയിൽസ്, അതായത് ലൂബ്രിക്കൻസ് പമ്പ് വഴി വിൽക്കുന്നതിന്, അല്ലെങ്കിൽ ഞങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ നഷ്ടത്തിലാണ് ആ ഓയിലുകളെല്ലാം വാങ്ങിയാൽ വിൽക്കുന്നത്. അങ്ങനെ വിറ്റാലേ പെട്രോൾ ഡീസൽ ക്രെഡിറ്റ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലൂടെ ചില ഇൻസ്ട്രക്ഷൻ കൊടുത്ത കമ്പനികളുണ്ട്. എന്നാൽ അല്ലാതെ പഴയ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഓയിൽ കമ്പനികളും ഉണ്ട്, ഇങ്ങനെ അത്ര സ്ട്രിക്റ്റ് അല്ലാതെ പറയുന്നവര്. പക്ഷെ ഇപ്പോ പ്രധാനമായിട്ടും ഹിന്ദുസ്ഥാൻ പെട്രോളിയം അടക്കമുള്ള കമ്പനികളാണോ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്? ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആണ് ആദ്യം ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ലൂബ്രിക്കന്റിന്റെ വിഷയമായാലും ക്രെഡിറ്റ് ലിമിറ്റിന്റെ വിഷയമായാലും ഏറ്റവും കൂടുതൽ ഡീലേഴ്സിനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതും ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അടക്കമുള്ളവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അവർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശം ആണെന്നാണ് ഡയറക്റ്റ് പറയാതെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇപ്പൊ ഈ ക്രെഡിറ്റ് പരിധി കുറച്ചത് കൊണ്ട് ഒരു ദിവസത്തേക്ക് പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ അത്ര പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ ഇല്ലാതെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല, ഇതിപ്പോ ഒരു ദിവസത്തേക്ക് എന്ന് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നാഷണൽ ആവറേജ് 148 KL, അതായത് ഒരു KL എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ, 148 KL ആണ് മന്ത്ലി നാഷണൽ ആവറേജ്. ഇപ്പോൾ ഇതിൽ പ്രതിസന്ധികളൊക്കെ സംസാരിക്കേണ്ടി വരും ഞാൻ ഇത് ചോദിക്കുമ്പോൾ. അപ്പൊ 148 KL നാഷണൽ ആവറേജ് ഉള്ള പമ്പുകൾ കേരളത്തിൽ 10% പോലും ഇല്ല എന്ന അവസ്ഥയാണ്.
എന്തുകൊണ്ടാണ് ഈ 10% ഇല്ലാതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പമ്പുകൾ അലോട്ട് ചെയ്യുന്നതിന് ഓയിൽ കമ്പനിയിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത രീതിയിൽ പുതിയ പമ്പുകൾ അലോട്ട് ചെയ്തുകൊണ്ട് മഷ്റൂമിങ് ഓഫ് പമ്പ്സ് എന്ന് പറയും. അതായത് എല്ലാ സ്ഥലത്തും വയബിൾ അല്ലാത്ത സ്ഥലത്ത് പോലും പുതിയ പമ്പുകൾ വരുന്ന ഒരവസ്ഥ വന്നു. ഈ ഡീലറായിട്ട് വരുന്നതിൽ ഒരു പുതിയ ഡീലറായിട്ട് വരുന്നതിൽ 75% പേര് ഈ സബ്ജക്ട് പഠിക്കാതെ പുതിയ എടുത്തു വരും. എടുത്തു വന്നു കഴിഞ്ഞാൽ അവന്റെ ഇതിൽ ഹെൽഡപ്പ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ എങ്ങനെയെങ്കിലും കൊണ്ട് ഒരു അവസ്ഥയിലേക്ക് ഈ സബ്ജക്ട് അറിയില്ലാതെ വരുന്ന ഡീലേഴ്സ് അതായത് വ്യക്തമാണ്. ഇപ്പോൾ ഈ ക്രെഡിറ്റ് പരിധി, ഡീലർമാരുടെ ക്രെഡിറ്റ് പരിധി പെട്രോളിയം കമ്പനികൾ വെട്ടിക്കുറച്ചത് മൂലം ഒരു വലിയ ക്രൈസിസ് ഡീലർമാർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എം കെ ഷുക്കൂർ തുടരുന്നുണ്ട്. ഷുക്കൂർ, ഇത്തരത്തിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷാമം നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരുപക്ഷെ ഭാവിയിൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഏതെങ്കിലും ഒരു കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ക്രൈസിസ് മുൻനിർത്തിയുള്ള പെട്രോളിയം കമ്പനികളുടെ നീക്കമാണോ, അതോ നിലവിലെ സ്ഥിതി അത് മുതലെടുക്കാനുള്ള നീക്കമാണോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉയരുന്നുണ്ട്? ജിൽസി, നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ പറഞ്ഞ ഒരു കാര്യം, അതായത് ആഗോള വിപണിയിൽ ഒരു ബാരൽ പെട്രോളിന് $140 വരെ കൂടാം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കണക്ക്. അത് $150 കടക്കുന്നത് വരെ നിലവിലുള്ള ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നൊരു നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പരമാവധി ക്രൂഡ് ഓയിൽ സംഭരിക്കുന്ന ഒരു ദൗത്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് കുറച്ചത് വഴിയുള്ള ഒരു ചെറിയ പ്രതിസന്ധി നിലവിൽ ഈ ഡീലർമാർ പറയുന്നത്. ഒരുപക്ഷെ ഈ യുദ്ധം മാസങ്ങൾ നീണ്ടുപോയേക്കാം. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു പദ്ധതി ഉണ്ടായേക്കാം. നിലവിൽ ഇതിൻ്റെ ഒരു ഫ്ലോ കുറയാൻ ഇടയാക്കുന്ന ഒരു നടപടിയാണ് പെട്രോളിയം കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നയവുമായി എത്രത്തോളം ചേർന്ന് പോകുന്നതാണ് എന്ന് വ്യക്തമല്ല. എന്തായാലും ഫലത്തിൽ ഇത് മാർക്കറ്റിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറക്കുന്നതാണ്. അതുപോലെ തന്നെ പെട്രോളിയം ഡീലർമാരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. അക്കാര്യമാണിപ്പോൾ ഈ പെട്രോളിയം ട്രേഡേഴ്സിൻ്റെ നേതാവ് കൂടിയായ ആർ ശബരിനാഥ് വിശദീകരിച്ചത്. നിലവിൽ ഒരു പ്രതിസന്ധിയില്ല, പക്ഷെ അതേസമയം തന്നെ ഈ പമ്പുകളിൽ ഇതിൻ്റെ ലഭ്യതക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്.